ഗുഡ് മോർണിംഗ്. രാവിലെ 7 മണിയായപ്പോഴേ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം എന്താ ചെയ്തത്. അവൻ ഇന്നലെ രാത്രി ഉറങ്ങി കാണത്തില്ല. രാവിലെ ഇങ്ങ് പോയിരുന്നു. രാത്രി ഉറങ്ങിയോന്ന് സംശയമുണ്ട്. എപ്പോൾ ഇങ്ങോട്ട് വരും എപ്പോൾ ഇങ്ങോട്ട് വരും എന്നുള്ള ചിന്തയിൽ ഉറങ്ങി കാണത്തില്ല. നമ്മൾ ഇവിടെ ടാർപ്പ കെട്ടി അവിടെ അതിൻ്റെ താഴെ അടുപ്പ് കൂട്ടാനായിട്ട് കറി നമ്മുടെ സ്റ്റൗവിൽ വെക്കും. വലിയ സ്റ്റൗ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് കറി വെക്കും. ഈ മേശ ഇവിടുന്ന് മാറ്റണം. ഇത് കാണുന്നവർ വിചാരിക്കും ഞാൻ നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുവാണ്. ഞാൻ അറിഞ്ഞു പോലും ഇല്ല. വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇതാ സംഭവം ഒന്ന്. വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഹെറ്റ്മീലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചു അവന്റെ ആഗ്രഹം തീരുന്ന രീതിയിൽ അവനങ്ങ് കഴിവട്ടെന്ന്. എന്തായാലും അവൻ കഴുകി കഴിഞ്ഞ് ഞാൻ നല്ലപോലെ തേച്ചരച്ച് കഴുകിയേ പറ്റത്തുള്ളൂ. അവന്റെ ആരോഗ്യം അനുസരിച്ചല്ലേ അവന് കഴുകാൻ പറ്റത്തുള്ളൂ. ആ പറ്റിപ്പിടിച്ചിരുന്നതൊന്നും പോകത്തില്ല. അവൻ പോയ ശേഷം ഞാൻ വീണ്ടും ഇതെല്ലാം എടുത്തിട്ട് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചു. ചെമ്പൊന്നും ഞാൻ കഴുകിയില്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല അതെടുത്ത് പൊക്കാൻ. ഭയങ്കര വെയിറ്റ് ആണെന്നേ. എന്നിട്ട് ജസ്റ്റ് ഇത്തിരി ഒന്ന് കഴുകാൻ പറ്റുന്നത് ഞാൻ കഴുകിയായിരുന്നു. അതിനുശേഷം അത് മാറ്റി വെച്ചു. ബാക്കി കഴുകാൻ പറ്റുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചായിരുന്നു. കാരണം കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിരുന്നല്ലോ എന്തൊക്കെയാണ് നമ്മുടെ പ്രയറിന് വേണ്ടി പുറത്തുനിന്ന് എടുത്ത പാത്രങ്ങളെന്ന്. അപ്പോൾ രാവിലെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ചേച്ചിയും ഉണ്ട്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്കത്തെ ആഹാരം റെഡിയാക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ പ്രയറിന്റെ സംഭവങ്ങളെല്ലാം ചെയ്യണം. ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. രാവിലെ ദോശയും ചമ്മന്തിക്കറിയാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിരുന്നല്ലോ യോസാൻ പറയുന്ന ദോശയ്ക്ക് അരി വെള്ളത്തിലിട്, അന്നേരം രാവിലെ എളുപ്പമാവും. ശരിയാണ്, ദോശ മാവുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി ദോശ എളുപ്പമാണല്ലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് കുക്കിംഗ് സീക്രട്സ് പറയുന്നുണ്ട്. സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ മതി. കാരണം ഞാന് ഇന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വരുന്ന ആളിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തു തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു പുതിയ അറിവാണ്. അപ്പൊ രാവിലെ ചേച്ചി വന്നപ്പോൾ രാവിലെ തന്നെ ദിവസം ചിക്കൻ മേടിക്കാൻ പോയായിരുന്നു. കാരണം ഞായറാഴ്ച ദിവസമാണ്, ചിക്കൻ കടയിൽ തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് തലേന്നേ വിളിച്ചു പറഞ്ഞായിരുന്നു ഒരു 6 മണിയാവുമ്പോഴേ ചിക്കൻ എടുക്കാൻ വരണേന്ന്. അങ്ങനെ പോയി മേടിച്ചു. നമ്മൾ 24 26 കിലോയാണ് ഫുള്ളായിട്ട് ചിക്കൻ എടുത്തിരിക്കുന്നത്. അന്നേരം നമുക്കൊരു 16 കിലോ കിട്ടി. 16 കിലോയിൽ ക്ലീനിങ്ങിന് ഒരു 1/2 കിലോ പോയി കാണും, അതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കോഴിയുടെ മാങ്ങാണ്ടി, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല, ഞങ്ങൾ മാങ്ങാണ്ടി എന്നാ പറയുന്നത്, അതിട്ടിട്ടില്ല. നല്ല പീസുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ രാവിലെ തന്നെ ജോസാൻ ഇവിടെ ചർച്ചയിൽ പോകാനും വണ്ടി മൊത്തവും പൊടിയടിച്ച് ടയറിലൊക്കെ മണ്ണെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ മെഷീനും കൊണ്ട് കഴുകി നല്ല ഫൈനായിട്ട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോ എൻ്റെ അടുത്ത് പലരും ഇത് കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ഇതിന്റെ ലിങ്ക് എവിടെ കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോൾ സ്ക്രീനില് പ്രോഡക്റ്റ് ടാഗ് എന്നും പറഞ്ഞായിരിക്കും വ്യൂ പ്രോഡക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ കാണും. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളൊരു 11 മണി ആയപ്പോഴത്തേക്ക് എത്തി. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചിക്കൻ എല്ലാം ക്ലീൻ ആക്കി വെച്ചിരുന്നു, സവാള അരിഞ്ഞു വെച്ചിരുന്നു. ചിക്കനകത്ത് വളരെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മുളക് പൊടി ഒത്തിരി അങ്ങ് വാരിക്കോരി ഇടണ്ട. അങ്ങനെ ഉള്ളപ്പോഴാണ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ അങ്ങ് കറുത്തു പോകുന്നത്. എനിക്ക് ഈ ഒരു സംഭവമുള്ള അറിയാത്ത, ഇങ്ങനെ അരിയാൻ, ബാക്കി എല്ലാം പറ്റും, ഇത് മാത്രം. ഇത്ര അരിയണമെങ്കിൽ ഞാൻ എത്ര നേരം ഇരിക്കണം? ആ പുറത്തു നാളെ വിളിച്ചതാണ് കേട്ടോ. കാരണം അവർക്ക് അത്രയും ചെയ്തു തരുന്നതിന്റെ ഒരു ചാർജ് ഉണ്ട്, അത് കൊടുക്കുക. വീട്ടിൽ വന്ന് ചെയ്തു തരും. സാധനമെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും.
അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ഇട്ടാണ് വറക്കുന്നത്. ഞാൻ ഈ മീനും ബീഫും ഒക്കെ അച്ചാറിടാൻ വറക്കുമ്പോഴേ 2 കിലോ 2.5 കിലോ ചിലപ്പോ 3 കിലോ ഒക്കെ എണ്ണ ഒറ്റയടിക്ക് ഒഴിച്ചിട്ട് അത്രയും കിടക്കത്തക്ക രീതിയിൽ കൂടുതൽ ബീഫും അതുപോലെ മീനും ഇട്ടായിരുന്നു വറക്കാനിട്ടിരുന്നേ. അപ്പൊ ഒരു ബാച്ച് വറന്നു വരാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായത് അങ്ങനെ ചെയ്യണ്ട. ഒരു കിലോ എണ്ണ വരെ, കാരണം അത് വലിയ ഉരുളിയാണല്ലോ. അപ്പൊ അതിൽ 1 കിലോളം ഒഴിച്ചപ്പോഴാണ് അത്രയും നിരക്കൊക്കെ കാണുന്നത്. 1 കിലോ എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുന്നതാണ് എളുപ്പം. പിന്നെ നമുക്ക് എണ്ണ വറക്കുന്നതിനനുസരിച്ച് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഓരോ കാര്യങ്ങള് ഞാൻ സവാള മൊത്തവും പൊളിച്ചു റെഡിയാക്കി. ആ സമയം കൊണ്ട് ചേച്ചി ചിക്കൻ ക്ലീൻ ചെയ്തായിരുന്നു. അതിനുശേഷം ഇഞ്ചി ചിരണ്ടാനിരുന്നു. നമ്മുടെ ലിസ്റ്റിൻ പ്രകാരം എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി നിമിഷ നേരം കൊണ്ടാണ്, അതായത് ചിക്കൻ വറന്നു വരുന്ന സമയം കൊണ്ട് അതിനു മുമ്പ് തന്നെ ഇതെല്ലാം പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത് കേട്ടോ. അതൊക്കെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് ഇത്രയും ഉള്ളി അരിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം കുത്തിയിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. ചെറു തീയിൽ കിടന്ന് കുറച്ച് കുറേശ്ശെ വറന്നു വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നാവുന്നുണ്ട്. അവൻ രാവിലെ 6:45 കഴിഞ്ഞപ്പം വന്നേക്കുന്ന ആ ചരിവ് എടുത്ത് പൊക്കാൻ കഴിവാൻ. ആ, നടക്കുന്ന കാര്യമാണോ? ആ അത് ആ മൂലയ്ക്കോട്ട് കിട്ടാറ്. അപ്പൊ അന്നത്തെ ഉള്ളിത്തൊലി എല്ലാം ഞാൻ എന്റെ കമ്പോസ്റ്റ് പാത്രത്തിലോട്ട് കൊണ്ടിട്ടതാണ് കേട്ടോ. കുറെ ആയി കമ്പോസ്റ്റിനി. അതിൽ നിന്ന് എനിക്ക് കുറച്ച് അടിഭാഗത്തുനിന്ന് എടുത്ത് ഉണക്കി വേറെ ഒരു പാത്രത്തിലോട്ട് ആക്കി വെക്കണം. എല്ലാ കമ്പോസ്റ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫുഡ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഇതിനകത്താണ് ഇടുന്നത്. ഒത്തിരി വെള്ളമയമില്ലാത്ത രീതിയിൽ ഫുഡ് വേസ്റ്റും ഇടാം, പക്ഷെ ഞാൻ ഇടാറില്ല കേട്ടോ. പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഇടാറുള്ളൂ. അച്ഛൻ്റെ സ്റ്റൗ കരിയാവോ പാത്രം ഇടയ്ക്ക്? അതെനിക്ക് ഭയങ്കരമായിട്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ സർവീസ് ചെയ്തയാ മെനക്കേടാന്നേ കഴുകി ഇളക്കുന്നേ. എന്റെ ആ പാത്രം കഴുകുന്നതിന്റെ താഴെ സ്ഥലത്ത് ആ അടുപ്പിന്റെ അപ്പുറത്ത് കറുത്ത കളറിൽ കിടക്കുന്ന കണ്ടോ തറ, അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്റെ ഗ്യാസ് സ്റ്റൗവില് അച്ചാറ് ഞാൻ അതിനകത്താണല്ലോ ചെയ്യുന്നത്. ചില സമയത്ത് ഭയങ്കരമായിട്ട് പാത്രത്തിൽ കരി പിടിക്കും. നമ്മള് വിറകടുപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനേക്കാളും കരി പിടിക്കും. അപ്പൊ ഭയങ്കര മെനക്കേടാണ് അത് കഴുകി എടുക്കുന്നത്. കാരണം കൈമൊത്തവും കരിയാവും. അവിടെ ഇട്ടാണ് ഞാൻ ആ പാത്രങ്ങൾ കഴുകുന്നതേ. അപ്പൊ വീഡിയോയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അത്രയും കളറില്ല കേട്ടോ. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരന്റെ അടുത്ത് ചോദിച്ചപ്പോ പറയുമായിരുന്നു അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. ഈ വരുന്ന ഗ്യാസിനകത്ത് കരട് കാണും, അതായിരിക്കും പ്രശ്നമെന്ന്. എന്തായാലും സർവീസ് ചെയ്താലും ഇടയ്ക്കൊക്കെ ഇത് തന്നെ അവസ്ഥ. കടുകിട്ടു, പച്ചമുളകിട്ടു, കരിയാപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, എല്ലാത്തിലും അവൻ കൈ വെക്കും. ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പറയും ഇത് റെക്കോർഡായില്ലെന്നൊന്നും. അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണിയുടെ വെള്ളം ഒഴിക്കുന്നു. ആ
നീ ഇപ്പൊ പിടുത്തോണ്ട പറയുന്നു. ബാക്കി കിലോ ചിക്കൻ 27 എടുത്തോ അച്ഛാ. 27. 27. 27 ആ, ഇനി ഇവിടെ കിടക്കണം. 16 കിലോ ഉണ്ട്. ഇത് മതിയോ? നിനക്ക് കുറച്ചുകൂടെ വേണോ? ആവശ്യത്തിന് എടുത്തിട്ടേ. ആ, കുരുമുളക് കൊടുത്താലേ. കുരുമുളക് തടിയില്ലേ? ആ ഒരു ഇച്ചിരി വെളുത്തുള്ളി പെരിഞ്ചീരകവും. ആ നമ്മുടെ കാണുന്നില്ലല്ലേ, ഇളക്കുന്ന കാണുന്നില്ലല്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതാണ് ചിക്കൻ കറി. അതിൽ കൂടുതൽ സമയം എടുക്കുന്നത് ഉള്ളി വയളാനാണ്. അപ്പൊ ആദ്യം തന്നെ ഉള്ളി അങ്ങിട്ടാല് അതവിടെ കിടന്ന് വഴണ്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ചേച്ചി കണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ചെറുതാറിയോ? രണ്ട് ചെറുതാറി. മൂന്നെണ്ണം എടുത്തോ. ആ ചേച്ചി ആരും ഇതുപോലെ വഴങ്ങാൻ ചേച്ചി ആരും ലൈവായിട്ട് വയണയില പറിച്ചിടുന്നതാണ്. ലൈവായിട്ട് പച്ച വയണയില ഞങ്ങളുടെ ഫ്രൈഡ് റൈസിന്. നമ്മളെ വയനാട്ടോടെ നമ്മുടെ താഴത്തോടെ ഇഷ്ടംപോലെ വയണല് ചേച്ചി മൊത്തം വയണല്ലോ. കരിയാനും പറക്കാനും എടുക്കാനും ഒക്കെ സൗകര്യം ഉണ്ടല്ലോ വെച്ചാ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് കാര്യം കഴിയും. അല്ല അതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇതില്ല നമ്മുടെ ഊപ്പാട് മറക്കണം. ആ ഷീറ്റ് ഒന്നും ചൂടടിക്കുന്നില്ല. തന്നല്ല ഈ സ്റ്റൗ ഇങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു. രണ്ട് കാര്യം നടക്കും. അല്ലെങ്കിൽ ഉണച്ചാണ്ട് സമയം നമുക്ക് ലാഭം ഒരുപാട്. ആ അരി എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ബാസ്മതി ഗോൾഡ് ആണ്. അതായത് നമ്മുടെ ചോറ് വെക്കുന്ന അരിയുടെ കൂട്ടുള്ള കളറിലായിരിക്കും ഇടുന്നത്, പച്ചരിയുടെ കൂട്ടുള്ള എല്ലാം. ഞാൻ എപ്പോഴും വ്യക്തിപരമായിട്ടാണെങ്കിലും ഇവിടെ എന്ത് റൈസിന്, സ്പെഷ്യൽ റൈസിനെല്ലാം ഈ അരിയാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രാർത്ഥന വെച്ചാൽ നമ്മൾ പ്രയറിന് വരുന്നവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അടുത്ത വീടുകളിലുള്ളവരെയും പ്രയറിന് വിളിക്കാറുണ്ട്. താല്പര്യമുള്ളവർ വരും. അപ്പൊ വന്നാലും വന്നില്ല എങ്കിലും അവരുടെ വീടുകളിലും എല്ലാം കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ കണക്കാക്കി ഏകദേശം ഒരു 120, 130 പേർക്ക് അങ്ങനെ കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ കണക്ക് വെച്ചാണെങ്കിലും ഈ ചെയ്തു തരുന്ന ആള് പറഞ്ഞത് ഒരു 12 കിലോ അരി മതിയെന്നാണ്. പക്ഷെ ഞങ്ങൾ 15 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ ആണേലും അതനുസരിച്ച് അതൊരു കൂടുതലാണ് പാത്രത്തില് എടുത്തേക്കുന്നത്. അര കിലോ വെച്ച് സെപ്പറേറ്റ് ഇട്ടേക്കുവാ. എടാ താണ്ടടാ പൈപ്പിന്റെ കൂടെ കുതിർത്തു വെച്ചേക്കുന്നു. ഒരു പാത്രത്തിലേടേ. ബീൻസ് ഞാൻ തലേന്നെ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. 1/2 കിലോ ബീൻസ് റൈസിനകത്തിടാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കഴിക്കാത്തവർക്ക് ഗ്രീൻ പീസ് കറിയാണ്, അതിനും വേറെ ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം വെച്ചപ്പോൾ തന്നെ അതിനകത്ത് സ്പൈസസും പിന്നെ ഇടയ്ക്ക് വയണയില ഇട്ടായിരുന്നു. കൂടാതെ നാരങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പം ഗ്രീൻ പീസും ഇട്ടിട്ടുണ്ട്. സവാളയുടെ കൂടെ നിൽക്കണ്ട, അത് അവിടെ കിടന്ന് ചെറുതയിൽ നന്നായിട്ട് ആയിക്കോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പൊ നമ്മളിത് ചെയ്തു തരാന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പൈസ കൊടുത്ത ആളെ വിളിച്ചു എങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഞാനും ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ ചേച്ചി അതിനുവേണ്ടി സ്പെഷ്യൽ വിളിച്ചിരുന്നു. ഒറ്റയ്ക്ക് ഒരാളാവുമ്പോ ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ സമയം കൊണ്ട് ഇവിടെ സാലഡിന് അരിയുന്നു. അരിയൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും ഫാസ്റ്റ്, എന്റെ ദൈവമേ. കുക്കുംബർ അതിന്റെ നടുക്കുള്ള അതിന്റെ സീഡ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് മാറ്റുമ്പോൾ ഇങ്ങനെ മണ്ടയിൽ അടുക്കി വെച്ച്
അരിയാനും എളുപ്പമാണ്. അത് എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഞാനങ്ങനെ സീഡ് കളയാറില്ല. കാരണം കുക്കുംബർ പൊതുവേ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. ഒട്ടും കളയാനില്ലല്ലോ അതിനകത്ത്. അതുകൊണ്ട് ഞാൻ സീഡൊന്നും കളഞ്ഞിട്ടില്ല പൊതുവെ. അന്നേരം തന്നെ പറയുകയായിരുന്നു, ഭയങ്കര വലിയ ഓർഡറുകളൊക്കെ ഉള്ളപ്പോൾ മിക്കവാറും എല്ലാവരും ഇത്രയും മണിക്കൂറുകൾ, ഇതിപ്പോ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ നമ്മുടെ സവാള കിടന്ന് വയണ്ടും. അപ്പൊ അത്രയും ഒന്നും പാചകക്കാർ മെനക്കേടില്ല. ഇച്ചിരി ഒന്ന് വയറ്റിയ ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്ത് ചെയ്യുന്നവരും ഉണ്ടെന്ന്. പുള്ളിക്കാരന് ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ രാത്രി തന്നെ ഇതുപോലെ ഉള്ളി വയറ്റി ഇട്ടേക്കും. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ട് കിടക്കും ആ വാർപ്പിന്റെ ചൂടും കൊണ്ട്. അപ്പം ശരിയാണ്, നമുക്ക് അങ്ങനെയുള്ള ഈ ചിക്കൻ കറിയാണ് പെട്ടെന്ന് കേടാവുന്നത്. കാരണം ഉള്ളി അധികം വയളുന്നില്ലല്ലോ. ഞാനത് കുത്തി വെച്ചേച്ചാരുണ്ടെന്ന് ഇങ്ങനെ കൈ പിടിച്ച് എന്നെ കൊണ്ടത്തില്ല. ഞാനത് കുത്തി വെച്ചേച്ചായിരുന്നു. ക്യാരറ്റ് കുറച്ചുകൂടെ വേണം സലാഡിന്. എൻ്റെ ഉണ്ട് തരാം. മതിയോ? സലാഡൊക്കെ നല്ലപോലെ എല്ലാവരും കൂട്ടും. അല്ലെങ്കിലും ഇവിടെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുവാന്നേലും അവർ തരുന്നതിനേക്കാളും ഞാൻ ഉണ്ടാക്കി വെക്കും. എടുക്കട്ടെ? ചേച്ചിക്കോ ചോറെടുക്കട്ടെ? സവാള വയളുന്നതിനനുസരിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. അതാണ് ഇപ്പൊ ഇത്ര ഗ്രേവി പോലെ തോന്നിയത്. അത് മാത്രമല്ല, വഴണ്ട് വരുംതോറും നല്ല എന്താണ് പറയുന്നേ, അതിനകത്തുനിന്നും ലൂസ് ആവുമല്ലോ അത്. അങ്ങനെയും ഇത്തിരി ഗ്രേവി പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അരി തിളച്ചതിന് ശേഷമാണ് അതിനകത്തേക്ക് ബീൻസും ക്യാരറ്റും ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 വേവായപ്പോ തന്നെ അത് ഓഫ് ചെയ്തിരുന്നു. ഇടയ്ക്ക് ഇത്തിരി നെയ്യും ഒഴിച്ചു കൊടുത്തു. ഇത് കൊള്ളാം കേട്ടോ. അതൊത്തുപോയി. കോരിപാത്രം വെച്ച സ്ഥലം. അതൊക്കെയാണ് തല വർക്ക് ചെയ്യുന്നത്. രണ്ട് നടപ്പത്ത് എണ്ണ ഇട്ടാ വന്ന് കുത്തിയിട്ട് ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ പുള്ളിക്കാരൻ 1/2 കിലോ വെച്ചാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഓരോ കിലോ വെച്ച് മേടിച്ചു. കാരണം ഒന്നിനും ഒരു കുറവ് വരരുത്. അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും 1/4 കിലോയാണ് പറഞ്ഞത്. ഇവിടെ 3/4 കിലോ വെച്ച് മേടിച്ചിട്ടുണ്ട്. എല്ലാം അധികം ഉണ്ട്. കാരണം ഒന്നും കുറയരുതല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ലാസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള ചെറി, ക്യാരറ്റ്, ടൂട്ടി ഫ്രൂട്ടി, മല്ലിയില, മുന്തിരി വറുത്തത്, പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ, കുറച്ച് കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ ഇരച്ചൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സലാഡിന് ഇനി തക്കാളി കുറച്ചുകൂടെ അരിയാണോ ഇല്ലയോ? മതിയോ? ഇത്ര സലാഡ് മതിയോ? കുറച്ചുകൂടെ ഒക്കെ ഞാൻ ഇടാം. കുറച്ചുകൂടെ തക്കാളി കേട്ടോ. അത് പിന്നെ പൊളിച്ചാണ്. അതെ ഗ്ലാസ് പൊളിച്ചാണ്. കൊടുക്കുന്നതിന് മറ്റേ അതൊരു ഞാൻ പിന്നെ പൊളിച്ചോളാം. ഇപ്പൊ കൊടുക്കുന്നതിന് 5 രൂപ. ഞങ്ങളുടെ റൈസൊക്കെ റെഡിയായി. ഇതുവരെ നമ്മുടെ ഉള്ളി റെഡിയായി വരുന്നേ ഉള്ളൂ. ഇത്ര 3 മണിക്കൂർ കഴിഞ്ഞു ഉള്ളി ഇട്ടിട്ട്. പക്ഷെ നല്ല വെയിറ്റ് ആയിരിക്കും. ചരുവത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ ചോറ് സെറ്റ് ചെയ്യുന്നു. നെയ്യ്, പൈനാപ്പിള് ഇങ്ങനെ കുടഞ്ഞിട്ട് അടുത്തത് വെയിറ്റിംഗ് ചോറ് ഇങ്ങനെ ഇടുന്നു.
ഈ ചോറൂടെ അതിന്റെ പേരിലോട്ട് എടുത്തു. ഈ ബേസിലിപ്പടി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വയണയില തക്ക സമയത്ത് പറിച്ച് അതിന്റെ ആ ഒരു മണം ഭയങ്കരമായിട്ട് നിൽക്കുന്നു. ഓരോന്ന് എടുക്കാം, ഓരോ ഐറ്റം ചെറിയ ഇച്ചിരി ഇട്ടാൽ വേണ്ടി ഇടാം. ഇവിടെ വെച്ചു ഇച്ചിരി ക്യാരറ്റ് ചെറിയ നട്ട്സ് ഒക്കെ അങ്ങനെ കൂടുതൽ മേടിക്കാൻ കാര്യവും നമ്മൾ റൈസിന് നല്ല ക്വാളിറ്റി നല്ല നട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ ആ റൈസ് ഈവൻ നമുക്ക് കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പ്രത്യേകം അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ആവശ്യത്തിന് ഇട്ടോ, ഒട്ടും ചുരുക്കണ്ട, നല്ല രീതിക്ക് തന്നെ ഇട്ട്. അന്നേരം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, യോ ഇത്രയും. എന്നിട്ട് അവസാനം പുള്ളി തന്നെ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഇവിടെ വന്ന് ഞാൻ പാചകം ചെയ്തിട്ട് എനിക്ക് ഒരു മുഷുവും ഇല്ലായിരുന്നു. കാരണം ചിലടത്ത് എഴുതി കൊടുക്കുന്നതിന് അത്രയും സാധനങ്ങൾ മേടിക്കത്തില്ല. നിങ്ങൾ തിരിച്ചാണ് അതിനേക്കാളും കൂടുതലാണ് എല്ലാം മേടിച്ചു വെച്ചേക്കുന്നതെന്ന്. കാരണം നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യണമല്ലോ. നെയ്യ് എടുത്ത് ഐറ്റങ്ങൾ കുറെ എടുത്തിട്ട് ഇതിലിടാം. ചിക്കനും അമ്പമ്പോ. പൈനാപ്പിൾ എസൻസ്, റോസ് വാട്ടർ എല്ലാം ചേർത്തിട്ടുണ്ട്. പൈനാപ്പിൾ എസൻസ് ആ കൊച്ചു 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റോസ് വാട്ടർ 3 ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒഴിക്കണ്ട. റോസ് വാട്ടറിന്റെ ഒരു മണം ഒരു പ്രത്യേക മണമാണ്. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പുള്ളിക്കാരൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ കരിയൊക്കെ വാരിയിടുന്നുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്സ് എനിക്ക് കിട്ടിയില്ല. എന്റെ മൊബൈൽ ഓവർ ഹീറ്റ് ആയി പോയി. പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അങ്ങ് മാറ്റണം. പാത്രങ്ങളെല്ലാം കഴിയും. പിന്നെ അരി ഒട്ടുമില്ല. ഒരു പാക്കറ്റ് 1/4 കിലോ. ആ, അരി വേണമെന്നുണ്ട്. പിരിയം പൊടിയുണ്ട്, വേണ്ട, മിക്സ് ഉണ്ട്. പച്ചമുളകൊക്കെ കീറിയിടുന്നേ. മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഞാനിത് കുക്കറിൽ വെച്ച് എല്ലാം കൂടെ വാരിയിട്ട് ചിക്കൻ കറിയാക്കി തരും. എടുക്കുക. ഇല്ല, മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടെ വെച്ചാൽ പോരെ. പാത്രം ഇവിടെ ഉണ്ട്. വെള്ളത്തിൽ നമ്മൾ ഗ്രേവിയാ പറയും. അല്ലാതെ ഗരം മസാല വേണ്ടല്ലോ പൊടിച്ചത്. അപ്പോൾ ഉടനാവട്ടത്തൊക്കെ ഉള്ളൊരു അച്ഛൻ എവിടെയൊക്കെ പോയി ചെയ്യും? അച്ഛാ എവിടെയൊക്കെ പോയി ചെയ്യും? എല്ലായിടവും പോയി ചെയ്യും. അച്ഛൻ എല്ലായിടവും പോയി ചെയ്യുമെന്നാ പറയുന്നത്. അയ്യോ എൻ്റെ പൊന്നെ, അച്ഛൻ മദ്രാസ് വരെ വന്ന് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ വന്ന് ചെയ്തു തരണമെങ്കിൽ അങ്ങനെ നമ്മൾ സാധനം മേടിച്ചു കൊടുക്കുക. അല്ലാതെ ഓർഡർ കൊടുത്ത് ചെയ്തു തരണമെങ്കിൽ അങ്ങനെ. കല്യാണം, ടീ പാർട്ടി, കല്യാണങ്ങൾ, ടീ പാർട്ടി, എന്ത് വേണമെങ്കിലും മോനച്ചാനെ സമീപിക്കാം. ആ, ഊണാണെങ്കിൽ ഊട്, സദ്യ ആണെങ്കിൽ സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാം ചെയ്യുന്നതായിരിക്കും. ഉള്ളി നല്ലപോലെ വഴണ്ട ശേഷം അതിനകത്ത് മസാല ഇട്ട്, അതായത് ഉള്ളി നല്ലപോലെ വഴളണം. അതിനുശേഷം മസാല ഇട്ട് അതിന്റെ പച്ചമണം നല്ലതുപോലെ കളഞ്ഞ ശേഷം അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് അത് നല്ലതുപോലെ തിളയ്ക്കണം. കോഴിക്ക് കാവല് നിൽക്കുന്നു. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് മറ്റേത് മാറ്റിയോ. ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങോട്ടിട്ട് കൊടുക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ വറുത്ത് വെച്ച് ചെയ്യുന്ന കറിക്ക് ഇതുപോലെ ചിക്കൻ ഇട്ട ശേഷം വെറുതെ ഇട്ട് ഇളക്കി അതിനെ പൊടിച്ച് കളയരുത്. ഇത് നമ്മുടെ കറി മൊത്തം ഗ്രേവി സെറ്റാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ടെടുക്കുന്നു, അത്രയേ ഉള്ളൂ. കഷ്ണങ്ങൾ ഇട്ട് ഇളക്കി അതിനുശേഷം നല്ലതുപോലെ
വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല സ്ട്രോങ് കായമാണേ, ഹോം മെയ്ഡ്. എനിക്ക് അച്ചാറിന് വേണ്ടി സ്പെഷ്യൽ വരുത്തുന്നതാണ്. മല്ലിയില, മുരിങ്ങയില കണ്ട് അടച്ചു വെച്ചേക്കുന്ന കറിവേപ്പില. ചിക്കൻ കറിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്തായിരുന്നു, അതുകൊണ്ട് ബാക്കിയുള്ളത് കറിക്കകത്ത് ഇട്ടു. എന്നാൽ കറിക്കകത്ത് ഇടുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാം കയറി ഇനിയിപ്പോൾ ഒന്ന് സെറ്റായാൽ മതി. മതി 2 മിനിറ്റ്. എനിക്കിത് പുതിയ അറിവാണ് കേട്ടോ. അതായത് ഗ്രേവി നല്ലതുപോലെ തിളച്ച ശേഷം വറുത്ത ചിക്കനും ബാക്കിയുള്ള സംഭവങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ ഇട്ടേന്ന്. ലാസ്റ്റില് തക്കാളി ഇട്ടു. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഒന്ന് ഇളക്കി അടച്ചു വെക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഇപ്പൊ അത് കാണുമ്പോൾ നല്ല ചാറോടി ഇരിക്കുന്നെങ്കിലും വിളമ്പുന്ന സമയത്ത് നല്ല തിക്കായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗ്രേവി കൂട്ടിയിട്ട് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. വിളമ്പാൻ നേരം ഇത്തിരി കൂടി നല്ല ലൂസ് ആയിട്ടിരിക്കും. ഇത് കഷ്ണങ്ങൾ ഒറ്റ ഒരെണ്ണം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. നല്ല പൊന്തൻ കഷ്ണങ്ങളായിട്ട് നല്ല കറിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ ഒതുങ്ങി. റൈസ് ദമ്മിട്ടെന്ന് വെച്ചാൽ അടപ്പത്തോട്ട് തന്നെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. കറി റെഡിയായി. സാലഡിന് അരിഞ്ഞു വെച്ചു. ഇനിയിപ്പം പപ്പടം പൊള്ളിക്കണം. പാത്രങ്ങളെല്ലാം ഒതുക്കി വെക്കണം. എനിക്ക് വേറെ 2 കാല് ഫിറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത്രയ്ക്ക് കാലൊരു പരുവമായി. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ. എല്ലാം ചോദിക്കുമ്പം എടുത്തു കൊടുക്കണം. എന്നിട്ട് ലിസ്റ്റും പ്രകാരമുള്ളതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കത്തെ ആഹാരം റെഡിയാക്കണമായിരുന്നു. എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഇടപാട് തീർന്നു. വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നു കുടിക്കാൻ. അയ്യോ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഇതുവരെ എടുത്തില്ല, ഞാനിപ്പോഴേ ഓർത്തേ. കസേര ഇട്ടിട്ടേ. ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പാട്ടൊക്കെ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത വീട്ടിൽ ആൻസിമാമയുടെ വീട്ടിൽ നിന്നാണ് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് വന്നത്. കറക്റ്റ് 6:30 ആയപ്പോ തന്നെ പ്രെയർ തുടങ്ങി. എത്രയൊക്കെയാണെങ്കിലും ഒരു പ്രെയർ എന്ന് പറയുമ്പോൾ എത്ര ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്ന വീടാണെങ്കിലും എത്രയൊക്കെ ക്ലീൻ ആക്കിയാലും പിന്നെയും അയ്യോ അവിടെ ചെയ്തില്ലല്ലോ ഇവിടെ ചെയ്തില്ലല്ലോ അങ്ങനെയുള്ള ഒരു ടെൻഷന്. സ്റ്റാർട്ടിങ്ങിൽ എഡിറ്റ് ചെയ്തപ്പോ അത്രയും പാട്ടിട്ടത് കോപ്പിറൈറ്റ് വരുമോ എന്ന് അറിയില്ല.
എനിക്ക് പ്രസംഗം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ചെങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രയർ വെക്കുമ്പോൾ ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്, ജോസാൻ ഒട്ടും എടുക്കത്തില്ല. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പല കാര്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ലാസ്റ്റില് പ്രയർ തീരുന്നതിന് മുമ്പ് വന്ന് ഫുഡിന്റെ എല്ലാം അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് നല്ല അനുഗ്രഹമായിരുന്നു കേട്ടോ. ഒരു 80 പേരോളം പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങള് മെഫിന്റെ പപ്പയെയാണ് കണ്ടത് കേട്ടോ. ഞങ്ങളുടെ പ്രയറിന്റെ അന്ന് രാവിലെയാണ് പുള്ളി ഗൾഫിൽ നിന്ന് നാട്ടിൽ ലാൻഡ് ആയത്. വിശ്വാസത്തോടെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ 12 വർഷമായി നീ എവിടെ പോയി എന്ന് മാത്രം ചോദിക്കാതെ ക്ഷണത്തിൽ ദൈവം അവരെ സൗഖ്യമാക്കി. അങ്ങനെ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞ ഒടുവിൽ ചെന്നതോടെ രാത്രി വെക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് പെരയ്ക്കകത്ത് സ്ഥലമില്ലല്ലോ. 80 പേരോളം വന്നാൽ ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് സാധാരണ ചെറിയ പ്രാർത്ഥനകൾ പോലും വെക്കാത്തതേ. അതുകൊണ്ടാണ് മുറ്റത്ത് വെക്കുന്നത്. ഇതുപോലെ മഴയില്ലാത്ത സമയത്ത് അങ്ങനെ നോക്കിയാണ് വെക്കുന്നത്. അപ്പം ലാസ്റ്റിലാണ് ഞാൻ സാലഡിന്റെ തൈര് അതിനകത്ത് ഒഴിച്ച് ഇളക്കിയത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ലൂസായി വെള്ളമാവുമല്ലോ. അപ്പം ആ പുള്ളിക്കാരനൊരു 7 കവർ തൈരാണ് പറഞ്ഞത്. ഞാൻ 10 കവർ ഒഴിച്ചിട്ടുണ്ട്. സലാഡ് ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കാരണം എനിക്കറിയാം സാലഡ് എല്ലാവരും ധാരാളം കൂട്ടും. അപ്പൊ ഞങ്ങള് പ്രയർ തീരാറായപ്പോഴത്തേക്ക് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തു, ഓരോന്നോരോന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു ടെൻഷനാണ് കേട്ടോ ഈ സമയത്ത്. എങ്ങനെ എവിടെ ആർക്കൊക്കെ കിട്ടിയില്ല. പലപ്പോഴും വീട്ടിലോട്ടൊക്കെ നോക്കണം, അന്നേരം ഇതൊക്കെ അറിയാൻ പറ്റും. ഇല്ല നമുക്കിത് ചെയ്തു തന്ന ആളിന്റെ പേര് മോനച്ചൻ എന്നാണ് കേട്ടോ. മോനച്ചായൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നല്ല കൈപ്പുണ്യാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓവറായിട്ട് മസാലകളൊന്നും ഇല്ല. എന്താണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കറിയൊക്കെ. പിന്നെ എടുത്തു പറഞ്ഞു കുറെ പേര് റൈസിനകത്ത് ഇഷ്ടംപോലെ നട്ട്സും ചെറിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളൊന്നും ഇല്ലേലും കഴിക്കാമല്ലോ. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കഷ്ണങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം പോലും ഉടഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ പാസ്റ്റർ സ്ഥലം മാറ്റമാണ്. എനിക്ക് തോന്നുന്നു എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഒരു പാസ്റ്റർ ഇതുവരില്ല. ഇനിയത്തെ വരുന്ന കാര്യം അറിയില്ല. ഭയങ്കരമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. ആരെ കണ്ടാലും അവിടെ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഹെഡ്മീലോട് ചാനലുണ്ട്, ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വിസിറ്റിങ്ങിന് വരുമ്പോൾ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തെ, എങ്ങനെയും സമയം കണ്ടുപിടിച്ചിട്ടൂടെ. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് പാസ്റ്റർ എന്ന്. സുഹൃത്തുക്കളെ ചോദിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ അടുത്താണോ ഈ ഒരു പാർട്ടി? നല്ല ഫുഡായിരുന്നു കേട്ടോ. ആൻസിമാമ പറഞ്ഞോണ്ട് ഇപ്പൊ റെഗുലറായിട്ട് ഇടുന്നുണ്ട് ഞാൻ വീഡിയോ. ഇപ്പൊ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ. നമ്മുടെ ഒന്ന് പിടിക്കുക. അവന്റെ സ്റ്റുഡന്റ് കൂടെ എന്റെ മോനെ കൂടെ. അയ്യോയ്യോ മുഖം ഒന്ന് കാണരുത്. മിനിസയുടെ മോനും കൂടെ. അവന് പേടിയാവുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് രാഴ്ചാനും വത്സമാമയും വീഡിയോയിൽ വരുന്നത്. ഓരോരുത്തരും കിട്ടുന്ന സ്ഥലം ഉള്ളിടത്തൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്കൊന്നും വിളമ്പി കൊടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോസാന്റെ അമ്മാച്ചനും വൈഫും ആണേ. മിനിമാമയും സൂസമാമയും എല്ലാരും ഇവിടെ നിന്ന് കഴിക്കുവാണ്.
എന്നിട്ട് നമ്മള് സ്വിച്ചിൽ മാത്രമേ അയ്യോ, ഈ കൊച്ചിന് ഇരിക്കാൻ വേറെ സ്ഥലം ഒന്നും കിട്ടിയില്ല. ആൾ കഴിഞ്ഞ പൂരപ്പറമ്പ്. അമ്പോ, എല്ലാം അടുക്കി വെച്ചു. പാത്രങ്ങൾ കുറേയൊക്കെ കഴുകി, ഇനിയും കുറച്ച് കഴുകാനുണ്ട്. സമയം 11 മണി. നല്ല ടയേർഡാണ്. ഒരിച്ചിരി വിശപ്പില്ല, ഒരൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. വെള്ളം കുടിച്ച് കൂടി ഊപ്പാട് വന്നു. ഇനി അടുക്കള ഇച്ചിരി ഒതുക്കാനുണ്ട്, അതുകൂടെ പോയി ഒതുക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇനി ഇതെല്ലാം ഒതുക്കി പിറക്കി. അയ്യോ, പല പാത്രങ്ങളും കപ്പുകളും ഒക്കെ പലയിടത്തായിട്ട് കിടക്കുവാണ്. ഇതെല്ലാം ഒതുക്കിപ്പറക്കൽ നല്ലൊരു പണിയാണ്. പ്രത്യേകിച്ച് എന്റെ നാരങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ തന്നെ നാരങ്ങാച്ചാറാണ് കൊടുത്തത്. ആ മേശയുടെ താഴെ തട്ടിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം മിനിമാമ കഴുകി വെച്ചാണ് പോയത് കേട്ടോ. അപ്പൊ എനിക്ക് അത്രയൊരു ആശ്വാസമായി. എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് സൂസമാമ കസേരകളെല്ലാം ഒതുക്കി. സെഫിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്തേലുമൊക്കെ പറ. ഫ്രൈഡ് റൈസ് വെച്ചത് ഞാനാണോ? ജോസനാണ് ഫ്രൈഡ് റൈസ് വെച്ചത്. ജോസനാണ് കറി വെച്ചത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഞങ്ങൾ ചെയ്യുവാണ്. പാത്രങ്ങൾ കൊണ്ടു കൊടുക്കാനുള്ളത് കൊണ്ടു കൊടുക്കണം, കസേരകൾ കൊടുക്കാനുള്ളത് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്പീക്കർ എടുത്തെടുത്ത് കൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മുറ്റം എല്ലാം ഒന്നുകൂടി കഴുകി വൃത്തിയാക്കണം. എല്ലാം കൊണ്ടും പിറ്റേ ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും വലിയ രീതിയിലൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. എങ്കിലും സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ. കാരണം എല്ലാവരും വന്നു, അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് അടുത്ത വീടുകളിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു പ്രയർ എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ലോങ് ആയിരുന്നു. ബട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.